നൽകണമേ, വേഗം വരണമേ, സ്നേഹം പകരണമേ, ആത്മാവിലൊന്നു തൊടണമേ. ആരാധനയെ യേശുവേ, ഹല്ലേലൂയ മറനാഥാ, ഹല്ലേലൂയ മറനാഥാ. Come, Lord Jesus. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 52-ാം തിരുലിഖിതം. കലപ്പയിൽ കൈവച്ചിട്ട് പിന്തിരിഞ്ഞു നോക്കുന്ന ഒരുവനും എനിക്ക് യോഗ്യനല്ല എന്നരുളി ചെയ്ത യേശു ക്രിസ്തുവിൻ്റെ അത്ഭുത നാമത്തിൽ നിങ്ങൾക്കേവർക്കും കൃപയും സമാധാനവും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയം ദുഷ്ടതയുടെ നാളുകളിൽ ഹൃദയം കർത്താവിൽ ഉറപ്പിക്കുക എന്നതിനെ കുറിച്ചാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ നിമിഷങ്ങളിൽ നമ്മുടെ ദൈവമായ കർത്താവിനെ ആരാധിച്ച് ദൈവാത്മാവിൻ്റെ ഒരു അഭിഷേകത്തിലേക്ക് ഉയരാൻ നമുക്ക് എല്ലാവർക്കും കർത്താവിൻ്റെ സന്നിധി എളിമപ്പെടാം. ഒരു കുടുംബത്തിൽ കഴിഞ്ഞ നാളുകൾ ഇതുപോലെ കർത്താവിനെ ആരാധിച്ചപ്പോൾ ഉണ്ടായ ഒരു അനുഭവം നമുക്ക് ശ്രദ്ധിക്കാം. എന്റെ പേര് അന്നമ്മ. ഞാൻ വെണ്ണക്കൽ ഇടവകയിൽ നിന്നും വരുന്നു. എനിക്ക് ചെവിക്ക് വേദനയും ചെവിയിൽ നീരും ചെവിയുടെ അകത്ത് ഒരു ചെറിയൊരു മുഴയും ഉണ്ടായിരുന്നു. ഞാൻ ENT ഡോക്ടറെ കാണിച്ചു. അന്നേരം ഡോക്ടർ പറഞ്ഞു മരുന്ന് കഴിച്ചിട്ട് മാറിയില്ലെങ്കിൽ ആ മുഴ കീറി ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ ഡോക്ടറെ അടുത്തുനിന്ന് പുറത്തിറങ്ങിയപ്പം ഞാൻ എന്റെ ഈശോയോട് പറഞ്ഞു, ഒരു ഡോക്ടർ കൈ എന്റെ ചെവി വെക്കാൻ ഇടവരുത്തിയേക്കല്ലേ എന്റെ ഈശോ. ഒരു ഡോക്ടർ ഒരു കത്തി വെച്ച് എന്റെ ആ മുഴയത് കീറി അങ്ങനത്തെ ഒരു അവസ്ഥ വരുത്താതെ എന്റെ യേശുവെ അവിടെ നിന്ന് നേരിട്ടൊന്ന് സുഖപ്പെടുത്താറുണ്ട് പറഞ്ഞ ഒറ്റ കാര്യത്തിൽ പ്രാർത്ഥന. ഞാൻ അവിടുന്ന് പ്രാർത്ഥിച്ചു. വീട്ടിൽ വന്ന് 2 ആഴ്ച ഞാൻ മരുന്ന് കഴിച്ചിട്ടും വേദനയും നീരും മാറി. എന്റെ ചെവിയുടെ മുഴയ്ക്ക് യാതൊരു മാറ്റവും വന്നിട്ടില്ല. കല്ല് പിടിക്കുമ്പോൾ കല്ല് പോലെ ഇങ്ങനെ കല്ലിച്ചിരിക്കുന്ന ഒരു മുഴയായിരുന്നു അത്. എന്നിട്ട് ഞാൻ ഞായറാഴ്ചത്തെ 8:30 അഭിഷേകാഗ്നി കണ്ടോണ്ടിരിക്കുമ്പോൾ ഞാനും എന്റെ ജീവിത പങ്കാളിയും ഞാൻ കയ്യിൽ വിരല് 2 ചെവിയിലും വിരല് വെച്ച് എന്റെ ജീവിത പങ്കാളിയും ഞാൻ ദൈവത്തോട് കരഞ്ഞു പ്രാർത്ഥിച്ചു. കണ്ണീരോട് ഞാൻ പ്രാർത്ഥിച്ചു, എന്റെ ഈശോയെ എന്റെ ചെവിയിലെ മുകൾ ഡോക്ടർ ഓപ്പറേഷൻ ചെയ്യാൻ ഇടയാക്കാതെ അങ്ങ് മാറ്റി തരണമേന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അതിന്റെ ഫലമായി ആ ശുശ്രൂഷ തീരുന്നതിന് മുമ്പ് തന്നെ എന്റെ ചെവി പഞ്ഞിയെ തൊടുപോലെ അമർന്ന് വന്നു. പഞ്ഞിയെ തൊടുന്നു, ആ കല്ലിൽ ചേർന്ന മുഴകൾ പോയിട്ട് പഞ്ഞിയെ തൊടുന്ന പോലെ അത് സോഫ്റ്റായി അതങ്ങനെ ഇല്ലാതെയായി. ഹല്ലേലൂയ. ഞാൻ ദൈവത്തിന് ഒത്തിരി നന്ദി പറയും. ഒരുപാട് ഞാൻ കരയുകയും എന്റെ ജീവിത പങ്കാളിയോട് പറഞ്ഞ് ഞാൻ ഒത്തിരി കരയുകയും നിലവിളിക്കുകയും ചെയ്തത്. അവിടെ കരച്ചിലും ബഹളമായി, അത്രമാത്രം പ്രകടമായി. ഈശോ ആ പ്രാർത്ഥനയ്ക്ക് അവിടെ വന്നവിടെ സഹായിക്കുക. ഒത്തിരി നന്ദി പറഞ്ഞു. അതുകൂടാതെ ഞാൻ 2010 3 മാസാദ്യ വെള്ളിയാഴ്ച അട്ടപ്പാടി ധ്യാന കേന്ദ്രത്തിൽ പോയി ശുശ്രൂഷയിൽ പങ്കെടുത്തു. എനിക്ക് തൊണ്ടയ്ക്ക് ഭയങ്കര ശ്വാസതടസ്സവും ഛർദിയും ഒക്കെ ആയിരുന്നു. ഈ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ മരുന്ന് കഴിച്ചിട്ടൊന്നും എനിക്ക് ഒരു ഫലവും ഉണ്ടായില്ല. ഡോക്ടർ പറഞ്ഞു ഇനി കുറഞ്ഞില്ല, ബൾബിട്ട് പരിശോധിക്കണമെന്ന് പറഞ്ഞു. ഞാൻ അന്നേരം പറഞ്ഞു അതിനിടയാക്കിയേക്കല്ലേ എന്റെ ഈശോയെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ അതിന് വിളിച്ചിട്ട് ഞാൻ പോയില്ല. എന്നിട്ട് അട്ടപ്പാടിയിൽ പോയി ശുശ്രൂഷയിൽ പങ്കെടുത്തതിന് ശേഷം അവിടുന്ന് ഞാൻ എന്റെ ദൈവത്തോട് കരഞ്ഞ് ഞാൻ കണ്ണീരോട് ഞാൻ പ്രാർത്ഥിച്ചതിന്റെ ഫലമായി അന്ന് അച്ഛൻ അവിടുന്ന് വിളിച്ചു പറഞ്ഞ കുറെ പേരുടെ ശ്വാസതടസ്സത്തിന് മാറ്റം കിട്ടി. ശ്വാസ സംബന്ധമായ ക്ലേശമുള്ള രോഗമുള്ളവരെ കർത്താവ് സ്പർശിക്കുന്നതായിട്ട് മെസ്സേജ് ഉണ്ടായിരുന്നു. അതവിടെ അനൗൺസ് ചെയ്തു. അപ്പൊ ഈ സഹോദരനോട് വിശ്വസിച്ച് പൂർണ്ണമായി ഞാൻ വിശ്വസിച്ചു. അതിലൊരാൾ ഞാനാണെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. അത് പിന്നെ ഇന്ന് വരെ എനിക്ക് ആ ഛർദിയോ ഇതോ ഒന്നും ഉണ്ടായിട്ടില്ല. ഈ തടസ്സം തൊണ്ടയിൽ ഇങ്ങനെ വന്ന് വിഷമിക്കുമ്പോൾ ഞാൻ തൊണ്ടയിൽ കൈവറിലിട്ട് ഛർദിച്ച് കളയുമായിരുന്നു. അതായിരുന്നു അതിനു മുമ്പുണ്ടായിരുന്ന രീതി. അത് എത്ര നാളായിട്ട് അങ്ങനെ ഉണ്ടായിരുന്നു? ഒരു 2-3 മാസം, കുറച്ച് മാസങ്ങളായിട്ട് അങ്ങനെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഛർദിച്ച് കളയുമ്പോൾ എനിക്ക് കുറെ ആശ്വാസം കിട്ടുമായിരുന്നു. അങ്ങനെ അതും എനിക്ക് പൂർണ്ണമായി മാറ്റി കിട്ടി. പിന്നെ എന്റെ മക്കൾക്ക് ജോലിക്ക് വേണ്ടിയിട്ട് ഞാനും എന്റെ ജീവിത പങ്കാളിയും കണ്ണീരോട് ഈ അട്ടപ്പാടി ധ്യാന കേന്ദ്രത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. മക്കൾ വിളിച്ചു പറയും പപ്പ പ്രാർത്ഥിക്കണേ, മമ്മി പ്രാർത്ഥിക്കണേ എന്ന് വിളിച്ചു പറയുമായിരുന്നു. അവർക്ക് ഇന്റർവ്യൂ നടക്കുമ്പോഴെല്ലാം ഞങ്ങളോട് പ്രാർത്ഥിക്കുമായിരുന്നു. അതിന്റെ ഫലമായി എന്റെ മക്കൾക്ക് ഇപ്പം നല്ലൊരു ജോലി, 2 പേർക്കും പുറത്തു പോയി ജോലി ചെയ്യാനുള്ള കൃപ ദൈവം കൊടുത്തു.
പുറത്തെന്ന് പറഞ്ഞ അവിടെ അബുദാബിയില്. ഞാൻ വിചാരിച്ചു ഇവിടെ കഴിഞ്ഞാൽ കണ്ണൂരോ അതിനപ്പുറത്ത് മംഗലാപുരത്ത് വരെ അവിടേക്ക് പോയി ജോലി ചെയ്യാൻ കുടുംബം കൊടുത്തു. മൂത്ത മോനെ ബാംഗ്ലൂർ ശമ്പളവും നല്ല ശമ്പളവും എല്ലാം കൊടുത്ത് കർത്താവിനെ അനുഗ്രഹിക്കാം. കരങ്ങൾ ഉയർത്തി വലിയ സന്തോഷത്തിൽ കൈയടിച്ച് കൈയടിച്ച് കർത്താവിനെ ആരാധിക്കാം. യേശു ജീവിക്കുന്നു, യേശു ജീവിക്കുന്നു, എന്റെ യേശു ജീവിക്കുന്നു. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും യേശു പ്രവർത്തിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നോക്കുക, വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ തൽക്ഷണ സൗഖ്യങ്ങൾ കർത്താവ് നൽകുകയാണ്. നമുക്ക് എഴുന്നേറ്റ് നിന്ന് ഈ നിമിഷം യേശുവിനെ ആരാധിക്കാം. എല്ലാവരും ഇങ്ങനെ പ്രാർത്ഥിക്കുക. കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു. അവിടുന്ന് ഞങ്ങളുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് കുരിശിലേക്ക് കയറി ഞങ്ങൾക്ക് വേണ്ടി പാപപരിഹാര ബലിയായി തീർന്നു വിശ്വസിക്കുന്നു, ഏറ്റുപറയുന്നു. യേശുവേ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു. പിതാവേ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവേ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു. ഇരു കരങ്ങൾ ഉയർത്തി എല്ലാവരും ഉറക്കെ സ്തുതിക്കട്ടെ. കുട്ടികളും മുതിർന്നവരും കുടുംബാംഗങ്ങളെല്ലാം ഇപ്പോൾ എഴുന്നേറ്റ് നിന്ന് സ്തുതിക്കട്ടെ. മാതാപിതാക്കന്മാരോട് ചേർന്ന് സ്തുതിക്കുക. ഉറക്കെ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരം ഉയർത്തി സ്തുതിക്കട്ടെ. ആരാധന, 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 ആരാധന. യേശുവേ, 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 യേശുവേ. ആരാധന, ആരാധന. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം. രക്ഷകനേശുവേ ആരാധിക്കാം. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം. ഉദ്ധിതനായോനെ ആരാധിക്കാം. രാജാവേ, ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം. രക്ഷിതാവേ, രക്ഷകനേശുവേ ആരാധിക്കാം. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം. ഉദ്ധിതനായോനെ ആരാധിക്കാം. ജീവന്റെ നാഥനെ, രാജാതിരാജനെ, ആത്മാവിൻ നിറവോടെ ആരാധിക്കാം. നാഥനെ, രാജാതിരാജനെ, ആത്മാവിൻ നിറവോടെ ആരാധിക്കാം. ആരാധിക്കാം, രക്ഷകനേശുവേ ആരാധിക്കാം. എല്ലാവരും ചേർന്ന് ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം. ഉദ്ധിതനായോനെ ആരാധിക്കാം. ഓ ദൈവമേ, സ്വർഗത്തിൽ നിന്നും അങ്ങയുടെ ആത്മാവിനെ ഇപ്പോൾ ഈ സമൂഹത്തിലേക്ക് വർഷിക്കണമേ കർത്താവേ. കുട്ടികളും മുതിർന്നവരും രോഗികളും ആരോഗ്യമുള്ളവരും സകലരും ഇപ്പോൾ പുതിയ അഭിഷേകം പ്രാപിക്കട്ടെ. പെരുവെള്ളത്തിൽ ഇരച്ചിൽ പോലെ ദൈവത്തെ ആരാധിക്കാം. ഇടിമിന്നലിൻ മുഴക്കത്തോടെ ദൈവത്തെ ആരാധിക്കാം. ആരാധന, ആരാധന, ആരാധന. ആരാധനതല്ലി ആത്മാവിനോടെ ദൈവത്തെ ആരാധിക്കാം. ആരാധനതല്ലി ആത്മാവിൻ നിറവോടെ ദൈവത്തെ ആരാധിക്കാം. കരങ്ങൾ ഉയർത്തിയടിച്ച് ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം. രക്ഷകനേശുവേ ആരാധിക്കാം. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം. ഉദ്ധിതനായോനെ ആരാധിക്കാം. ജീവന്റെ നാഥനെ, രാജാതിരാജനെ, ഓരോ കുടുംബങ്ങൾ അഭിഷേകം പ്രാപിക്കേണ്ട കർത്താവേ. അന്ധകാര കോട്ടകൾ തകരട്ടെ കർത്താവേ. നാഥനെ, രാജാതിരാജൻ, ആത്മാവിൻ നിറവോടെ എല്ലാ അന്ധകാര കോട്ടകളും മാറട്ടെ. മൂടൽ മാറിപ്പോകട്ടെ. മന്ദത മാറിപ്പോകട്ടെ. മരവിപ്പ് മാറിപ്പോകട്ടെ. ചങ്ങലകൾ മുറിയട്ടെ. ആത്മീയ ബന്ധനങ്ങൾ തകരട്ടെ. രോഗക്കോട്ടകൾ തകരട്ടെ കർത്താവേ. സംശയത്തിന് കെട്ടുകൾ അഴിയട്ടെ കർത്താവേ. അവിശ്വാസ പീഡകൾ വിട്ടുപോട്ടെ കർത്താവേ. ആരാധന, ആരാധന. ഇരു കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് ദൈവമക്കളോട് ചേർന്ന് പ്രിയ ദൈവ പൈതലേ, ഇപ്പോൾ യേശുവിനെ ആരാധിക്കുക. യേശുവിനെ ആരാധിക്കുക. യേശുവിനെ ആരാധിക്കുന്നതോട് തന്നെ വിടുതൽ. യേശുവിനെ ആരാധിക്കുമ്പോൾ സൗഖ്യം. യേശുവിനെ ആരാധിക്കുന്നത് അഭിഷേകം. ഗ്ലോറി, 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 ഗ്ലോറി. ആരാധന, ആരാധന, ആരാധന. ഓ, ഈ സമൂഹങ്ങൾ അഭിഷേകം പ്രാപിക്കട്ടെ. ഈ കുടുംബങ്ങൾ അഭിഷേകം പ്രാപിക്കട്ടെ. ഓ, ഈ ദൈവമക്കളുടെ മേൽ പുതിയൊരു അഭിഷേകം വ്യാപരിക്കട്ടെ. ആരാധന, 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 ആരാധന. യേശുവേ, യേശുവേ. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന. യേശുവേ,
യേശുവേ. ദൈവമേ സ്പർശിക്കണമേ. ഇപ്പോൾ വലിയ വേദനയോട് കണ്ണുനീരോടും കൂടെ അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഈ ദാസന്മാരെ സ്പർശിക്കണമേ കർത്താവേ. കഠിനമായ അഹങ്കാരം, കഠിനമായ ധാർഷ്ട്യം, കഠിനമായ കോപം, കഠിനമായ ജഡികാസക്തി, മദ്യാസക്തി, ദൈവമേ തകർന്നിരിക്കുന്ന ആത്മാക്കളെ സ്പർശിക്കണമേ. ഈ നിമിഷം അവിടുന്ന് ഇടപെടണമേ കർത്താവേ. വർഷങ്ങളായുള്ള മദ്യത്തിൻ്റെ ആധിപത്യങ്ങൾ തകരട്ടെ കർത്താവേ. വർഷങ്ങളായുള്ള ജഡികാസക്തി ആധിപത്യങ്ങൾ തകർന്ന് ദൈവഭക്തിയുടെ കൃപ വ്യാപരിക്കട്ടെ. ആരാധന 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 ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ, കുഞ്ഞുങ്ങളെ സ്പർശിക്കണമേ കർത്താവേ. ഓരോ കുഞ്ഞിനെയും തൊടണമേ കർത്താവേ. ഓരോ വിദ്യാർത്ഥികളെ സ്പർശിക്കണമേ കർത്താവേ. അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ. ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബൈബിളിൽ ജോസിയ എന്ന് പേരുള്ള അനുഗ്രഹീതനായ ഒരു രാജാവുണ്ട്. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 49-ാം അധ്യായത്തിൽ അദ്ദേഹത്തെക്കുറിച്ച് നാം വായിക്കുന്നുണ്ട്. 1 മുതൽ 3 വരെയുള്ള തിരുലിഖിതങ്ങൾ. വിദഗ്ധമായി ചേർത്തൊരുക്കിയ സുഗന്ധ കൂട്ടുപോലെ പരിമളപൂരിതമാണ് ജോസിയായുടെ സ്മരണ. ഉത്തമ മാർഗത്തിൽ അവൻ ചരിച്ചു, ജനത്തെ അവൻ മാനസാന്തരപ്പെടുത്തി. അവൻ ഹൃദയം കർത്താവിൽ ഉറപ്പിച്ചു. ദുഷ്ടരുടെ നാളുകളിൽ അവൻ ദൈവഭക്തി ബലപ്പെടുത്തി. ജോസിയ രാജാവിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു പ്രതിഭാസത്തെക്കുറിച്ച് ദൈവവചനത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുകയാണ്. ദുഷ്ടരുടെ നാളുകൾ, ദുഷ്ടതയുടെ നാളുകൾ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇത് ദൈവവചനപ്രകാരമുള്ള ഒരു ആത്മീയ യാഥാർത്ഥ്യമാണ്. ഓരോ രാജ്യത്തും ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ദുഷ്ടന്മാരുടെ ആധിപത്യങ്ങൾ ഉണ്ടാകും. ഓരോ കുടുംബങ്ങളിലും ചില പ്രത്യേക കാലഘട്ടത്തിൽ ദുഷ്ടതയുടെയും തിന്മയുടെയും ആധിപത്യങ്ങൾ ഉണ്ടാകും. ഓരോ ഇടവകകളിലും ഓരോ രൂപതകളിലും ഓരോ കോൺഗ്രിഗേഷനിലും ചിലപ്പോൾ ഇങ്ങനെയുള്ള പ്രതിഭാസങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇതിനെക്കുറിച്ച് ഇന്ന് അല്പസമയമെടുത്ത് നാം ഒന്ന് ചിന്തിക്കണം. ദുഷ്ടരുടെ നാളുകൾ, ദുഷ്ടതയുടെ നാളുകൾ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഇതിനെക്കുറിച്ച് ആദ്യം തന്നെ നമുക്ക് നല്ലൊരു ഉൾക്കാഴ്ച തരുന്ന ഭാഗം പുതിയ നിയമത്തിൽ നമ്മുടെ രക്ഷിതാവായ യേശു കർത്താവിൻ്റെ ജീവിതത്തിലെ ചില സംഭവങ്ങളാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് ഇപ്പോൾ നമുക്ക് പോകാം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 20-ാം തിരുലിഖിതം. ഭണ്ഡാര സ്ഥലത്ത് പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അവൻ ഇതെല്ലാം പറഞ്ഞത്. എന്നാൽ ആരും അവനെ പിടിച്ചില്ല, കാരണം അവൻ്റെ സമയം ഇനിയും വന്നു ചേർന്നിട്ടില്ലായിരുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ ഒരു പ്രത്യേക കാര്യത്തെക്കുറിച്ച് ബൈബിൾ പഠിപ്പിക്കുകയാണ്. അവൻ്റെ സമയം ഇനിയും വന്നു ചേർന്നിട്ടില്ലായിരുന്നു. യോഹന്നാന്റെ സുവിശേഷത്തിൽ 8-ാം അധ്യായത്തിൽ 43-ഉം 44-ഉം തിരുലിഖിതങ്ങൾ. അങ്ങനെ അവനെക്കുറിച്ച് ജനങ്ങൾക്കിടയിൽ ഭിന്നതയുണ്ടായി. ചിലർ അവനെ ബന്ധിക്കാൻ ആഗ്രഹിച്ചു, എന്നാൽ ആരും അവൻ്റെ മേൽ കൈകൾ വെച്ചില്ല. കാരണം എന്താ? അവൻ്റെ സമയം ഇനിയും വന്നു ചേർന്നിട്ടില്ലായിരുന്നു. ഇതിനെക്കുറിച്ച് കൂടുതൽ നമുക്ക് മനസ്സിലാക്കാൻ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിലെ വചനങ്ങൾ വായിക്കേണ്ടി വരും. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 22-ാമത്തെ അധ്യായത്തിൽ 52-ഉം 53-ഉം തിരുലിഖിതങ്ങൾ.
ഈശോ തന്നെ ബന്ധിക്കാൻ വന്ന പടയാളികളോടും ഫരിസേയ പ്രമുഖന്മാരോടും ചോദിക്കുകയാണ്. അപ്പോൾ യേശു തനിക്കെതിരായി വന്ന പുരോഹിത പ്രമുഖന്മാരോടും ദേവാലയ സേനാധിപന്മാരോടും ജനപ്രമാണികളോടും പറഞ്ഞു, കവർച്ചക്കാരനെതിരെ എന്ന പോലെ വാളും വടിയുമായി നിങ്ങൾ വന്നിരിക്കുന്നുവോ? ഞാൻ നിങ്ങളുടെ കൂടെ എല്ലാ ദിവസവും ദേവാലയത്തിലായിരുന്നപ്പോൾ നിങ്ങൾ എന്നെ പിടിച്ചില്ല. എന്നാൽ ഇത് നിങ്ങളുടെ സമയമാണ്, അന്ധകാരത്തിൻ്റെ ആധിപത്യവും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ ഇത് നിങ്ങളുടെ സമയമാണ്, അന്ധകാരത്തിൻ്റെ ആധിപത്യവും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവായ യേശു സമയത്തെക്കുറിച്ച് തിരിച്ചറിവുള്ളവനായി സംസാരിക്കുന്ന ഒരു ഭാഗമാണിത്. ഇതാ സമയമായിരിക്കുകയാണ്, ഇപ്പോൾ നിങ്ങളുടെ സമയമായിരിക്കുകയാണ്. നിങ്ങൾ എന്നെ പിടിക്കും, നിങ്ങൾ എന്നെ ബന്ധിക്കും, നിങ്ങൾ എന്നെ മർദ്ദിക്കും, നിങ്ങൾ എന്നെ അധിക്ഷേപിക്കും. ഇതാ നിങ്ങളുടെ സമയമാണ്, ഇത് തിന്മയുടെ സമയമാണ്. ഈ സമയത്തിനെ കുറിച്ചുള്ള ഈശോയുടെ ഒരു വ്യാഖ്യാനം ശ്രദ്ധിക്കുക. അന്ധകാരത്തിൻ്റെ ആധിപത്യത്തിൻ്റെ സമയം. ദൈവം അന്ധകാരത്തിൻ്റെ ആധിപത്യത്തിന് വിട്ടുകൊടുത്ത സമയം. യേശുവിനെ കുറച്ചു നേരത്തേക്ക് വേദനയ്ക്കും കഷ്ടതയ്ക്കും വിട്ടുകൊടുക്കുകയാണ്. യേശുവിൻ്റെ സ്ഥിതിയെക്കുറിച്ച് വീണ്ടും വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 22-ാം അധ്യായത്തിൽ 63, 64, 65 തിരുലിഖിതങ്ങൾ. യേശുവിന് കാവൽ നിന്നിരുന്നവർ അവനെ പരിഹസിക്കുകയും അവനെ അടിക്കുകയും ചെയ്തു. അവർ അവൻ്റെ കണ്ണുകൾ മൂടിക്കൊണ്ട്, നിന്നെ അടിച്ചവൻ ആരെന്ന് പ്രവചിക്കുക എന്ന് പറഞ്ഞു. അവർ അവനെ അധിക്ഷേപിച്ച് അവനെതിരായി പലതും പറഞ്ഞുകൊണ്ടിരുന്നു. പട്ടാളത്തിൻ്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പീഡകരുടെ കയ്യിൽ കിട്ടിയാൽ അധിക്ഷേപിക്കുന്നു, തുപ്പുന്നു, അടിക്കുന്നു, ചീത്തവാക്കുകൾ വിളിച്ചു പറയുന്നു, നിന്ദാപരമായി പെരുമാറുന്നു. ഇതേപോലെ യേശുവിനെ ക്രൂരമായി അവർ ഡീൽ ചെയ്യുകയാണ്. പ്രിയപ്പെട്ട സഹോദരൻ, കണ്ണുകൾ മൂടിക്കെട്ടുന്നു, അടിക്കുന്നു, തുപ്പുന്നു, തലയിൽ മുൾക്കിരീടം വെക്കുന്നു, ഞാങ്ങണ കൊടുക്കുന്നു, യൂദന്മാർ രാജാവെ വാഴുക എന്ന് ഇങ്ങനെ എല്ലാ വിധത്തിലും യേശുവിൻ്റെ മേൽ അപമാനവും നിന്ദനവും അവർ കോരിച്ചൊരിയുകയാണ്. ആ സമയത്തെക്കുറിച്ച് പറയുകയാണ്, അന്ധകാരത്തിൻ്റെ സമയം, ഇത് നിങ്ങളുടെ സമയം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് പൊടുന്നനെ അങ്ങോട്ട് സംഭവിച്ചതാണെന്ന് ചിന്തിക്കേണ്ട. ദൈവത്തിൻ്റെ പരിപാലനയുടെ ദിവസങ്ങൾ തന്നെയാണ് ഈ അന്ധകാരത്തിൻ്റെ സമയങ്ങളും. ഇതിനെക്കുറിച്ച് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 11-ാം തിരുലിഖിതത്തിൽ യേശു പറയുന്നൊരു ഭാഗമുണ്ട്. യേശു പ്രതിവചിച്ചു, ഉന്നതത്തിൽ നിന്ന് നൽകപ്പെട്ടില്ലായിരുന്നെങ്കിൽ എൻ്റെ മേൽ ഒരധികാരവും നിനക്കുണ്ടാകുമായിരുന്നില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വേറൊരു വാക്കിൽ പറഞ്ഞാൽ, പിതാവായ ദൈവം അനുവദിച്ചത് കൊണ്ടാണ് അന്ധകാരത്തിന് ആധിപത്യമുണ്ടായത്. വേറൊരു വാക്കിൽ പറഞ്ഞാൽ, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ചിലപ്പോൾ ചില ദിവസങ്ങൾ, ചില കാലഘട്ടങ്ങൾ, ചില നാളുകൾ തിന്മയുടെ ആധിപത്യത്തിന് പിതാവായ ദൈവത്തിൻ്റെ പരിപാലനയുടെ ഭാഗമായി തന്നെ വിട്ടുകൊടുക്കപ്പെടും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ നാളുകളിൽ നമ്മൾ എത്ര പ്രാർത്ഥിച്ചാലും ചിലപ്പോൾ പ്രാർത്ഥന കേട്ടുവെന്ന് വരികയില്ല. ഹെബ്രായ ലേഖനത്തിൽ നമ്മൾ ഇതിനെക്കുറിച്ച് വായിക്കുന്ന എങ്ങനെയാണ്? വലിയ കണ്ണീരോട് വിലാപത്തോടും കൂടെ തൻ്റെ പിതാവിന് പ്രാർത്ഥനകളും യാചനകളും അർപ്പിച്ചു. പക്ഷെ പിതാവായ ദൈവം ആ പ്രാർത്ഥന കേൾക്കുന്നതായി കാണുന്നില്ല. ഈശോയെ കുരിശ് മരണത്തിനായി കുരിശിലേക്ക് പിതാവ് വിട്ടുകൊടുക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവപൈതലെ, ഒരു പക്ഷേ ജീവിതത്തിൽ പ്രാർത്ഥിച്ചിട്ടും മാറ്റം വരാത്ത ചില കാര്യങ്ങൾ, എപ്പോഴും ചില അപമാനങ്ങൾ, ചില നിന്ദനങ്ങൾ, ചില രോഗങ്ങൾ, ചില തകർച്ച, കുടുംബ പ്രശ്നങ്ങൾ, സമാധാനമില്ലാത്ത അവസ്ഥ, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഞാനും നിങ്ങളും മനസ്സ് മടുക്കരുത്, ഞാനും നിങ്ങൾ ഹൃദയത്തിൽ പതറിയവനായി ഇരിക്കരുത്. ഇതിനെക്കുറിച്ച് ശ്ലീഹ പഠിപ്പിക്കുന്നൊരു പ്രബോധനമുണ്ട്. പത്രോസ് ശ്ലീഹ എഴുതിയ 1-ാം ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ 19-ാം തിരുലിഖിതം, അന്യായമായി പീഡിപ്പിക്കപ്പെടുമ്പോൾ ദൈവചിന്തയോടെ വേദനകൾ ക്ഷമാപൂർവം സഹിച്ചാൽ അത് അനുഗ്രഹ കാരണമാകും. അന്യായമായി പീഡിപ്പിക്കപ്പെടാൻ വേണ്ടി വിട്ടുകൊടുക്കപ്പെടും. അന്യായമായി സ്വത്തുക്കൾ നഷ്ടപ്പെടാവുന്ന സാഹചര്യം വരും. അന്യായമായി അപമാനത്തിന്, നിന്ദനത്തിന് വിട്ടുകൊടുക്കപ്പെടും. ഒരു തെറ്റും ചെയ്യാതെ ചിലപ്പോൾ ജീവിതത്തിൽ കുറ്റക്കാരനായി, അപരാധിയായി വിധിക്കപ്പെടും. നിരപരാധിയായിരിക്കുമ്പോൾ തന്നെ ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുകയും എല്ലാം നഷ്ടപ്പെടുകയും അല്ലെങ്കിൽ പിടിച്ചു പറിച്ചെടുക്കപ്പെടുകയും ചെയ്യുന്ന സമയങ്ങളും കാലങ്ങളും ഒരു പക്ഷേ ദൈവം നമ്മുടെ ജീവിതം അനുവദിച്ചേക്കാം.
ചിലപ്പോൾ എത്രമാത്രം പ്രാർത്ഥിച്ചാലും പ്രാർത്ഥനയ്ക്ക് ഉത്തരമില്ലാത്ത വിധം ചില മരുഭൂമി അനുഭവങ്ങൾ ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് അനുവദിച്ചേക്കാം. ആ നാളുകളിൽ നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്, ദൈവചിന്തയോടെ നമ്മുടെ കർത്താവായ ഈശോ പീഡകരുടെ കൈകളിൽ തന്നെ വിട്ടുകൊടുത്തതുപോലെ ദൈവചിന്തയോടെ അതിലൂടെ നടന്ന് നാം മുന്നോട്ട് പോകണം. ദുഷ്ടതയുടെ നാളുകളിൽ, ദുഷ്ടന്മാരുടെ നാളുകളിൽ ദൈവഭക്തി ബലപ്പെടുത്തണം. അതാണ് പ്രഭാഷകന്റെ പുസ്തകത്തിൽ 49-ാം അധ്യായം 3-ാം വാക്യത്തിൽ ജോസിയ രാജാവ് ചെയ്തതായി വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്. ജോസിയ രാജാവിൻ്റെ കാലഘട്ടത്തിൽ തിന്മ കൂട്ടത്തോടെ അഴിഞ്ഞാടി. ജനങ്ങൾക്കെല്ലാം തിന്മ ചെയ്യാൻ വെമ്പല്, ദേശത്തെല്ലാം തിന്മ ശക്തി പ്രാപിക്കുന്നു. രാജാവ് എന്താ ചെയ്തത്? ദൈവചിന്തയോടെ രാജാവ് ഒരു കാര്യം ചെയ്തു. രാജാവ് ദേശത്ത് ദൈവഭക്തി ബലപ്പെടുത്താൻ വേണ്ടി പരിശ്രമിച്ച്. 49-ാം അധ്യായം 3-ാം വാക്യം, ദുഷ്ടരുടെ നാളുകളിൽ അവൻ ദൈവഭക്തി ബലപ്പെടുത്തി. ദുഷ്ടരുടെ നാളുകളിൽ അവൻ ദൈവഭക്തി ബലപ്പെടുത്തി. പ്രിയ ദൈവപൈതലേ, നിന്റെ കുടുംബം ഇന്ന് വേദനയിലൂടെ കടന്നു പോകുമ്പോൾ, ഒരുപാട് പ്രാർത്ഥിച്ച് നീക്കമില്ലാത്ത കണ്ണുനീരിൽ ഇരിക്കുന്ന സമയത്ത് നീ തകർന്ന് നീ പിന്മാറ്റത്തിലേക്ക് പോകരുത്. വിലാപത്തിൻ്റെ പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൽ 16 മുതൽ 18 വരെ തിരുലിഖിതങ്ങൾ, കല്ല് ചവച്ച് പല്ല് പൊടിയാനും ചാരം തിന്നാനും ദൈവം എനിക്ക് ഇടവരുത്തി. എൻ്റെ ആത്മാവിന് സ്വസ്ഥതയില്ല, സന്തോഷം എന്തെന്ന് ഞാൻ മറന്നുപോയി. അതുകൊണ്ട് എൻ്റെ ശക്തിയും കർത്താവിലുള്ള പ്രത്യാശയും പോയെന്ന് ഞാൻ വിലപിക്കുന്നു. തുടർന്ന് വചനം പഠിപ്പിക്കുകയാണ്. വിലാപത്തിൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ 26-ാം തിരുലിഖിതം, കർത്താവിൻ്റെ രക്ഷയെ ശാന്തമായി കാത്തിരിക്കുന്നത് ഉത്തമം. 3-ാം അധ്യായം 25-ാം വാക്യം, തന്നെ കാത്തിരിക്കുന്നവർക്കും തന്നെ തേടുന്നവർക്കും കർത്താവ് നല്ലവനാണ്. നമ്മുടെ രക്ഷിതാവായ ഈശോ പിതാവായ ദൈവം വേദനയ്ക്ക് വിട്ടുകൊടുത്തപ്പോൾ ദൈവചിന്തയോടെ അവൻ വേദനയിലൂടെ കടന്നുപോയി. പിതാവായ ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച് എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകി തൻ്റെ വലതുവശത്ത് സകലത്തിൻ്റെയും അധിപതിയാക്കി അവനെ അവിടുന്ന് ഇരുത്തി. നീ വേദനയിലൂടെ നടക്കുമ്പോൾ, നിന്റെ ദൈവം നിന്നെ ദുഷ്ടതയ്ക്ക് വിട്ടുകൊടുക്കുമ്പോൾ നിന്നെ അവൻ മറന്നു എന്ന് വിചാരിക്കരുത്. ഈ നിമിഷങ്ങളിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം, കരങ്ങൾ കൂപ്പി പിടിക്കാം. ദൈവമേ, എൻ്റെ ആയുസ്സിൻ്റെ എല്ലാ അവസ്ഥകളിലും എൻ്റെ കർത്താവിൻ്റെ വഴികളിലൂടെ ഞാൻ പോകും. കലപ്പയിൽ കൈവച്ചിട്ട് പിന്തിരിഞ്ഞ് നോക്കുന്നവനായി ഞാൻ മാറുകയില്ല. യേശുവേ, ഉറപ്പായും അങ്ങയെ ഞാൻ അനുഗമിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ ആയുസ്സിൻ ദിനമാകയും തൻ്റെ നാമമഹത്വത്തിനാ, എൻ്റെ ആയുസ്സിൻ ദിനമാകയും തൻ്റെ നാമമഹത്വത്തിനാ, ഒരു കൈത്തിരി പോൽ കത്തിയെരിഞ്ഞൊടുവിൽ തിരുമാറിൽ മറഞ്ഞിടും ഞാൻ. യേശുവേ, ഒരു കൈത്തിരി പോൽ കത്തിയെരിഞ്ഞൊടുവിൽ തിരുമാറിൽ മറഞ്ഞിടും ഞാൻ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് എൻ്റെ യേശുവേ, അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് ഞാൻ അങ്ങേ അനുഗമിക്കും കർത്താവേ. അനുഗമിച്ചിടും അവനുടെ ചുവടുകൾ, ഉറപ്പായും അങ്ങയുടെ വഴികളിലൂടെ നടക്കും കർത്താവേ. അവനുടെ എന്നെ ശക്തിപ്പെടുത്തണം, എന്നെ അനുഗ്രഹിക്കണം കർത്താവേ. അവനുടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ. ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. തന്നെ കാത്തിരിക്കുന്നവർക്കും തന്നെ തേടുന്നവർക്കും കർത്താവ് നല്ലവനാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, മറനാഥാ. Come, Lord Jesus. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. യേശുവേ ആരാധന. ഈ നിമിഷങ്ങളിൽ നമ്മുടെ ഓരോരുത്തരുടെയും
ഹൃദയത്തിൻ്റെ ഭാരങ്ങളും എല്ലാ അവസ്ഥകളും ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കാം. വിളിച്ചാൽ വിളി കേൾക്കുന്ന ദൈവം, ജീവിക്കുന്ന കർത്താവിതാൾ തറയിൽ കരങ്ങൾ തുറന്നു പിടിച്ച് മുട്ടിന്മേൽ നിന്ന് എല്ലാവരും പ്രാർത്ഥിക്കുന്നു. വിളിച്ചാൽ വിളി കേൾക്കും സജീവ ദൈവപുത്ര, കരഞ്ഞാൽ മനം തിരിഞ്ഞ കടങ്ങൾ പൊറുക്കുന്നവനെ, എന്നെ വീണ്ടെടുക്കാൻ വരണേ. കരങ്ങൾ ഉയർത്തി ഈശോയിലേക്ക് നോക്കി കരഞ്ഞ് വിളിക്കുന്നു, യേശുവേ 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 യേശുവേ. മനസ്സ് തുറന്ന് വിളിക്കുന്നു, യേശുവേ. ആരാധന 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 യേശുവേ. ആരാധന കർത്താവേ. ആരാധന Hallelujah, Maranatha. Come, Lord Jesus.